നമസ്കാരം. ഡൊമിസൈൽ ഡിസൈൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1ൻ്റെ മൊഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 3യുടെ കുറച്ച് ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് ബിറ്റുമിൻ എന്ന ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, പാർട്ട് 3. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോകാം. ഹൈവേ മെറ്റീരിയൽസ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ബിറ്റുമിനാണ്. പൊതുവെ നമുക്ക് റോഡിൽ കാണുന്ന ഏറ്റവും ടോപ്പ് ലെയർ, പേയ്മെൻറ്റിൻ്റെ ഏറ്റവും ടോപ്പ് ലെയർ നമ്മൾ പൊതുവെ പറയാറുള്ളത് ടാർ എന്നാണ്. ആക്ച്വലി ടാറും ബിറ്റുമിനും രണ്ടാണ്. ടാറും ബിറ്റുമിനും കാഴ്ചയിൽ ഒരുപോലെ ആണെങ്കിലും അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ടാറും ബിറ്റുമിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സത്യത്തിൽ ബിറ്റുമിൻ എന്ന് പറയുന്നത് ഇസ് ഡിറൈവ്ഡ് ഫ്രം ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം ഓർ നാച്ചുറൽ അസ്ഫാൾട്ട്. പക്ഷെ ടാറ് ഇസ് എ റെസിഡ്യൂ ഫ്രം ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് ഓർഗാനിക് സബ്സ്റ്റൻസസ് സച്ച് ആസ് കോൾ, വുഡ് എക്സെട്ര. പിന്നെ ടാറും ബിറ്റുമിനും വെച്ച് നോക്കുകയാണെങ്കിൽ ടാർ ഇസ് മോർ സെൻസിറ്റീവ് ദാൻ, ടെമ്പറേച്ചർ സെൻസിറ്റീവ് ദാൻ ബിറ്റുമിൻ. പിന്നെ ബിറ്റുമിൻ ആണെങ്കിൽ പെട്രോളിയം ഓയിൽസിൽ ഡിസോൾവ് ചെയ്യും, ടാർ അത് ഡിസോൾവ് ചെയ്യില്ല. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ബിറ്റുമിനും ടാറിനും ഉണ്ട്. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ പേയ്മെൻറ്റിൻ്റെ ടോപ്പ് ലെയറിൽ സർഫസിൽ കൊടുക്കുന്നത് ടാറാണെന്നുള്ള ഒരു കൺസെപ്റ്റാണ് പൊതുവേ ഉള്ളത്. അപ്പോൾ ടാറും ബിറ്റുമിനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. എപ്പോഴാണെങ്കിലും ഒരാൾ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടാറും ബിറ്റുമിനും ഒന്നല്ല, അത് രണ്ടാണെന്ന് പറയാൻ നിങ്ങൾക്ക് അറിയണം. സോ ബിറ്റുമിനസ് മെറ്റീരിയൽസ് ഓർ asphalt are extensively used for roadway construction, primarily because of their excellent binding characteristics and waterproofing properties and relatively low cost. Bituminous material consists of bitumen, which is a black or dark colored solid or viscous cementation substances, consist of chiefly high molecular weight hydrocarbons derived from distillation of petroleum or natural asphalt, has adhesive properties and is soluble in carbon disulfide. Tars are residues from the destructive distillation of organic substances such as coal, wood or petroleum and are temperature sensitive than bitumen. Bitumen will be dissolved in petroleum oils where unlike tar. അപ്പോൾ ബിറ്റുമിനും ടാറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നെക്സ്റ്റ് വൺ, പ്രൊഡക്ഷൻ ഓഫ് ബിറ്റുമിൻ. ഇനി ഈ ബിറ്റുമിൻ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ബിറ്റുമിൻ ഈസ് ദ റെസിഡ്യൂ ഓർ ബൈ പ്രൊഡക്റ്റ് വെൻ ദ ക്രൂഡ് പെട്രോളിയം ഈസ് റിഫൈൻഡ്. എ വൈഡ് വെറൈറ്റി ഓഫ് റിഫൈനറി പ്രോസസ് സച്ച് ആസ് ദ സ്ട്രെയിറ്റ് ഡിസ്റ്റിലേഷൻ പ്രോസസ്, solvent extraction process, etc. may be used to produce bitumen of different consistency and other desirable properties. Depending on the sources and characteristics of the crude oil and the properties of bitumen required, more than one processing method may be employed. ഒരൊറ്റ പ്രോസസ്സിൻ്റെ ബാക്കിയായിട്ടല്ല ബിറ്റുമിൻ എന്ന പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കുന്നത്. സ്ട്രെയിറ്റ് ഡിസ്റ്റിലേഷൻ പ്രോസസ്സ്, സോൾവെൻ്റ് എക്സ്ട്രാക്ഷൻ പ്രോസസ്സ്, അങ്ങനെ പല പല പ്രോസസ്സിലൂടെ കടന്നു പോയതിന് ശേഷമാണ് ബിറ്റുമിൻ എന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കുന്നത്. ഈ ബിറ്റുമിൻ നമുക്ക് ലഭിക്കേണ്ട ബിറ്റുമിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണോ അതിനനുസരിച്ച് ഈ ഒരു അതിൻ്റെ സോഴ്സിൻ്റെ അതുപോലെ ക്രൂഡ് ഓയിലിൻ്റെ ക്യാരക്ടറൈസിനും മാറ്റം വരുത്തിയിട്ട് നമ്മൾ ഓരോ പ്രോസസ്സ് ആഡ് ചെയ്തിട്ടാണ് ബിറ്റുമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബിറ്റുമിൻ. ബിറ്റുമിൻ തന്നെ പല ടൈപ്പ് ബിറ്റുമിൻ ഉണ്ട്, പല ഫോംസ് ബിറ്റുമിൻ ഉണ്ട്. ആ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കട്ട് ബാക്ക് ബിറ്റുമിൻ. നോർമൽ പ്രാക്ടീസ് ഈസ് ടു ഹീറ്റ് ബിറ്റുമിൻ ടു റെഡ്യൂസ് ഇറ്റ്സ് വിസ്കോസിറ്റി. നമുക്കറിയാം വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഒരു മെറ്റീരിയലിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്നതിനേക്കാൾ കൂടുതൽ വിസ്കോസിറ്റി കുറഞ്ഞൊരു ഫ്ലൂയിഡിന് ആ മെറ്റീരിയലിനെ, ഇപ്പോൾ അഗ്രിഗേറ്റ് എടുക്കുകയാണെങ്കിൽ അഗ്രിഗേറ്റിൻ്റെ സർഫസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ വിസ്കോസിറ്റി കുറഞ്ഞ മെറ്റീരിയലിന് സാധിക്കും. സോ
നമ്മൾ വിസ്കോസിറ്റി കുറയാൻ വേണ്ടി, ബിറ്റുമിൻ്റെ വിസ്കോസിറ്റി കുറയാൻ വേണ്ടിയിട്ട് അത് ഹീറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സ് സാധാരണയായിട്ട് ചെയ്യാറുണ്ട്. ബട്ട് ഇൻ സം സിറ്റുവേഷൻസ് ഒരു ടൈപ്പ് ലിക്വിഡ് ബൈൻഡേഴ്സ്, അതായത് കട്ട് ബാക്ക് ബിറ്റുമിൻ പോലുള്ള ലിക്വിഡ് ബൈൻഡേഴ്സ് നമ്മൾ റോഡ് സർഫസിൽ പ്രൊവൈഡ് ചെയ്യും. ഈ കട്ട് ബാക്ക് ബിറ്റുമിൻ അഗ്രിഗേറ്റിൻ്റെ എല്ലാ സർഫസിലും കവർ ചെയ്ത് അഗ്രിഗേറ്റിനെ ബൈൻഡ് ചെയ്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. അതിനാണ് നമ്മൾ കട്ട് ബാക്ക് ബിറ്റുമിൻ യൂസ് ചെയ്യുന്നത്. ഇനി നോർമൽ പ്രാക്ടീസ് ഇസ് ടു heat bitumen to reduce its viscosity. In some situations, preference is given to use liquid binders such as cutback bitumen. In cutback bitumen, suitable solvent is used to lower the viscosity of the bitumen. From the environmental point of view also, cutback bitumen is preferred. The solvent from the bituminous material will evaporate and the bitumen will bind the aggregate. Cutback bitumen is used for cold weather bituminous road construction and maintenance. മെയിനായിട്ട് കോൾഡ് വെതർ റോഡ് കൺസ്ട്രക്ഷനിലാണ് നമ്മൾ കട്ട്ബാക്ക് ബിറ്റുമിൻ യൂസ് ചെയ്യുന്നത്. ഇനി ബിറ്റുമിൻ്റെ അകത്ത് ഒരു പ്രത്യേകതരം സോൾവെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ബിറ്റുമിൻ്റെ വിസ്കോസിറ്റി കുറച്ച് നമ്മൾ കട്ട്ബാക്ക് ബിറ്റുമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കട്ട്ബാക്ക് ബിറ്റുമിൻ എപ്പോൾ നമ്മൾ സർഫസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഈ സോൾവെൻറ്റ് ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയും അവിടെ ബിറ്റുമിൻ മാത്രം അവശേഷിക്കുകയും ചെയ്യും. ഈ ബിറ്റുമിൻ പിന്നെ ഈ ഒരു അഗ്രിഗേറ്റിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്നു. അതിനാണ് നമ്മൾ കട്ട്ബാക്ക് ബിറ്റുമിൻ യൂസ് ചെയ്യുന്നത്. ഇനി ദ ഡിസ്റ്റിലേറ്റ്സ് യൂസ്ഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് കട്ട്ബാക്ക് ബിറ്റുമിൻ ആർ നാഫ്ത, കെറോസിൻ, ഡീസൽ ഓയിൽ ആൻഡ് ഫർണസ് ഓയിൽ. നാഫ്ത, കെറോസിൻ, ഡീസൽ ഓയിൽ, ഫർണസ് ഓയിൽ തുടങ്ങിയവയാണ് സോൾവെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബിറ്റുമിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കട്ട്ബാക്ക് ബിറ്റുമിൻ ഉണ്ടാക്കാനുള്ള സോൾവെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇത്രയും പ്രൊഡക്ട്സ് ആണ്. മെയിനായിട്ട് 3 ടൈപ്പ് കട്ട്ബാക്ക് ബിറ്റുമിൻ ആണ് ഉള്ളത്: റാപ്പിഡ് ക്യൂറിംഗ്, മീഡിയം ക്യൂറിംഗ് ആൻഡ് സ്ലോ ക്യൂറിംഗ്. റാപ്പിഡ് ക്യൂറിംഗ് ഈസ് റെക്കമെൻഡഡ് ഫോർ സർഫസ് ഡ്രസ്സിംഗ് ആൻഡ് പാച്ച് വർക്ക്സ്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് കട്ട്ബാക്ക് ബിറ്റുമിൻ യൂസ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു പേയ്മെൻ്റാണ്. അഗ്രിഗേറ്റിൽ കട്ട്ബാക്ക് ബിറ്റുമിൻ മിക്സ് ചെയ്തിട്ട് പേയ്മെൻറ്റിൻ്റെ ടോപ്പ് സർഫസ് ലേ ചെയ്തിരിക്കുന്നതാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, bitumen emulsion. Bitumen emulsion is a liquid product in which bitumen is suspended in a finely divided condition in an aqueous medium and stabilized by suitable material. Normally, cationic type emulsions are used in India. The bitumen content in the emulsion is around 60% and the remaining is water. When the emulsion is applied on the road, it breaks down, resulting in release of water, and the mix starts to set. The time of setting depends upon the grade of bitumen. The viscosity of bituminous emulsions can be measured as per IS 8887/1995. 3 types of bituminous emulsions are available, which are rapid setting, medium setting, and slow setting. Okay. ബിറ്റുമിൻ ഇമൽഷൻ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് പ്രോഡക്റ്റ് ആണ്. ഇത് നമ്മൾ റോഡ് സർഫസിൽ അപ്ലൈ ചെയ്യുന്നതോട് കൂടിയിട്ട് വാട്ടറും ബിറ്റുമിനും സെപ്പറേറ്റ് ആവുകയും ഈ ഒരു ബിറ്റുമിൻ അഗ്രിഗേറ്റിനെ കവർ ചെയ്ത് നിർത്തി അവിടെ ബൈൻഡ് ചെയ്യുകയും ചെയ്യുന്നു. കോമൺ ആയിട്ട് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ബിറ്റുമിൻ ഇമൽഷനിൽ 60% മാത്രമേ ബിറ്റുമിൻ കാണാറുള്ളൂ. ഇനി കട്ട്ബാക്ക് ബിറ്റുമിൻ്റെ കേസ് പറഞ്ഞ പോലെ ഇതിനെ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം: റാപ്പിഡ് സെറ്റിംഗ്, മീഡിയം സെറ്റിംഗ് ആൻഡ് സ്ലോ സെറ്റിംഗ്. ഇതാണ് ബിറ്റുമിൻ ഇമൽഷൻ്റെ ഫിഗർ. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് കോമൺ ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന bitumen emulsion. Next one, bituminous primers. In bituminous primer, the distillate is absorbed by the road surface on which it is spread. The absorption therefore depends on the porosity of the surface. Bitumen primers are useful on the stabilized surface and waterbound macadam base courses. Bituminous primers are generally prepared on road sides by mixing penetration bitumen with petroleum distillate. കോമൺ ആയിട്ട് ബിറ്റുമിനസ് പ്രൈമേഴ്സ് റോഡ് സൈഡിൽ ഉണ്ടാക്കുന്നത് ബൈ പെനിട്രേഷൻ ബിറ്റുമിൻ വിത്ത്
മിക്സിംഗ് പെനിട്രേഷൻ ബിറ്റുമിൻ വിത്ത് പെട്രോളിയം ഡിസ്റ്റിലേറ്റ് ആണ്. ഇനി ഇത് റോഡിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സർഫസിൽ ഈ ഒരു പ്രൈമർ അബ്സോർബ് ചെയ്യുകയും നമ്മുടെ അഗ്രിഗേറ്റിനെ അത് ബൈൻഡ് ചെയ്ത് നിർത്തുകയും ചെയ്യുന്നു. കോമൺ ആയിട്ട് ഇത് സ്റ്റെബിലൈസ്ഡ് സർഫസിലും വാട്ടർ ബോൺ മക്കാഡത്തിലുമാണ് ബേസ് കോഴ്സിലുമാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ബിറ്റുമിൻ പ്രൈമേഴ്സിൻ്റെ ഫിഗർ. നെക്സ്റ്റ് വൺ, മോഡിഫൈഡ് ബിറ്റുമിൻ. Certain additives or blend of additives called as bitumen modifiers can improve properties of bitumen and bituminous mixes. Bitumen treated with these modifiers is known as modified bitumen. Polymer modified bitumen, crumb rubber modified bitumen should be used only in varying course depending upon the requirements of extreme climatic variations. ബിറ്റുമിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറച്ചും കൂടി നമ്മൾ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡിഫൈഡ് ബിറ്റുമിൻ യൂസ് ചെയ്യുന്നത്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മോഡിഫൈഡ് ബിറ്റുമിൻ എന്ന് പറയുന്നത് പോളിമർ മോഡിഫൈഡ് ബിറ്റുമിൻ, ക്രംബ് റബ്ബർ മോഡിഫൈഡ് ബിറ്റുമിൻ. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്തൊക്കെയാണോ, ഏതൊക്കെ വെതറിങ് കണ്ടീഷനിലുള്ള റോഡിലാണോ ഈ ഒരു ബിറ്റുമിൻ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നനുസരിച്ച് നമ്മളവിടെ വേണ്ട രീതിക്ക് അഡിറ്റീവ്സ് പ്രൊവൈഡ് ചെയ്ത് ബിറ്റുമിനെ മോഡിഫൈഡ് ബിറ്റുമിനാക്കി മാറ്റിയ ശേഷം നമ്മളത് യൂസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ബിറ്റുമിൻ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ ഏതൊരു മെറ്റീരിയൽ എടുത്താലും അതിന് കുറച്ച് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ ബിറ്റുമിൻ്റെ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ദ ബിറ്റുമിൻ ഷുഡ് നോട്ട് ഹൈലി ടെമ്പറേച്ചർ സസെപ്റ്റബിൾ. ഡ്യൂറിങ് ഹോട്ടസ്റ്റ് വെതർ ദ മിക്സ് ഷുഡ് നോട്ട് ബിക്കം ടു സോഫ്റ്റ് ഓർ അൺസ്റ്റേബിൾ ആൻഡ് ഡ്യൂറിങ് കോൾഡ് വെതർ the mix should not become too brittle causing cracks. നമുക്കറിയാം പേയ്മെൻറ്റ്സ് എല്ലാം എപ്പോഴും എക്സ്പോസ്ഡ് ടു വെതറിങ് ആക്ഷൻ. സോ അവിടെ റെയിൻ ആണെങ്കിലും അതെ, അതുപോലെ തണുപ്പാണെങ്കിലും അതെ, വെയിലാണെങ്കിലും അതെ, എപ്പോഴും പേയ്മെൻറ്റ്സ് എല്ലാം എക്സ്പോസ് ചെയ്തിരിക്കുന്നതാണ്. സോ നല്ല ഹീറ്റിൽ ഒരിക്കലും ബിറ്റുമിൻ ഒരിക്കലും ടെമ്പറേച്ചർ സസെപ്റ്റബിൾ ആയിരിക്കരുത്. അതായത് നല്ല ഹീറ്റിൽ ബിറ്റുമിൻ ഉരുകിയിട്ട് അത് അൺസ്റ്റേബിൾ ആവുകയും ചെയ്യരുത്. നല്ല തണുപ്പിൽ ബിറ്റുമിൻ ക്രാക്ക് ഉണ്ടാക്കുകയും ചെയ്യരുത്, ബ്രിട്ടിലായിട്ട് ക്രാക്ക് ഉണ്ടാക്കുകയും ചെയ്യരുത്. സോ ഫസ്റ്റ് ഡിസൈറബിൾ പ്രോപ്പർട്ടി അതാണ്, ഷുഡ് നോട്ട് ബി ഹൈലി ടെമ്പറേച്ചർ സസെപ്റ്റബിൾ. നെക്സ്റ്റ് വൺ, ദ വിസ്കോസിറ്റി ഓഫ് ദ ബിറ്റുമിൻ അറ്റ് ദ ടൈം ഓഫ് മിക്സിംഗ് ആൻഡ് കോമ്പാക്ഷൻ ഷുഡ് ബി അഡിക്വേറ്റ്. This can be achieved by use of cutbacks or emulsions or suitable grades, or by heating the bitumen and aggregate prior to mixing. മിക്സിങ്ങിൻ്റെയും കോമ്പാക്ഷൻ്റെയും ടൈമിൽ ആവശ്യത്തിനുള്ള വിസ്കോസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബിറ്റുമിൻ ആയിരിക്കണം, ആ ടൈപ്പ് ഗ്രേഡുള്ള ബിറ്റുമിൻ ആയിരിക്കണം നമ്മൾ പേയ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ അഗ്രിഗേറ്റിനെ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ ആ ബിറ്റുമിന് കഴിയില്ല. അപ്പോൾ ബൈൻഡിങ് കുറയും, ബൈൻഡിങ് എഫക്റ്റ് കുറയും. അപ്പോൾ അതതിൻ്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കും. ദർ ഷുഡ് ബി അഡിക്വേറ്റ് അഫിനിറ്റി ആൻഡ് അഡിഷൻ ബിറ്റ്വീൻ ദ ബിറ്റുമിൻ ആൻഡ് അഗ്രിഗേറ്റ്സ് യൂസ്ഡ് ഇൻ ദ മിക്സ്. അഡിഷൻ എന്നൊരു പ്രോപ്പർട്ടി നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും. ബിറ്റുമിനും അഗ്രിഗേറ്റും തമ്മിൽ അഡിക്വേറ്റ് അഫിനിറ്റിയും അഡിഷനും ഉണ്ടായിരിക്കണം. എങ്കിലുള്ളൂ ആ ഒരു മെറ്റീരിയൽ, ഒരു അഗ്രിഗേറ്റും ബിറ്റുമിനും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ സ്റ്റേബിളായിട്ട് നിൽക്കുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെസ്റ്റ് ഓൺ ബിറ്റുമിനാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് സോയിൽ സബ്ഗ്രേഡിൻ്റെ ടെസ്റ്റുകളും അതുപോലെ അഗ്രിഗേറ്റിൻ്റെ ടെസ്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ബിറ്റുമിൻ്റെ ടെസ്റ്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടെസ്റ്റുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഫസ്റ്റ് വൺ, പെനിട്രേഷൻ ടെസ്റ്റ്. ഇറ്റ് മെഷേഴ്സ് ദ ഹാർഡ്നെസ് ഓർ സോഫ്റ്റ്നെസ് ഓഫ് ബിറ്റുമിൻ ബൈ മെഷറിംഗ് ദ ഡെപ്ത് ഇൻ ടെൻസ് ഓഫ് millimeter to which the standard loaded needle will penetrate vertically in 5 seconds. Bureau of Indian Standards had standardized the equipment and test procedure. The penetrometer consists of a needle assembly with a total weight of 100 grams
and a device for releasing and locking in any position. The bitumen is softened to a pouring consistency, stirred thoroughly, and poured into containers at a depth of at least 15 mm in excess of expected penetration. The test should be conducted at a specific temperature of 25 degrees centigrade. It may be noted that the penetration value is largely influenced by any inaccuracy with regards to pouring temperature, size of the needle, weight placed on the needle, and the test temperature. A grade of 40 by 50 bitumen means the penetration value is in the range 40 to 50 at standard test conditions. In hot climates, a lower penetration grade is preferred. കോമൺ ആയിട്ട് പെൻട്രേഷൻ ടെസ്റ്റ് സിമെൻറ്റിൻ്റെ ടെസ്റ്റ് പഠിച്ച കൂട്ടത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പെൻട്രേഷൻ ടെസ്റ്റിനെ കുറിച്ച്. അപ്പോൾ ബിറ്റുമിൻ്റെ പെൻട്രേഷൻ ടെസ്റ്റ് ഇതുപോലെ നീഡിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. 5 സെക്കൻഡ്സിൽ ഉണ്ടാവുന്ന പെൻട്രേഷൻ എത്രയാണെന്നുള്ളത് മെഷർ ചെയ്യുക. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പെൻട്രേഷൻ വാല്യൂ എപ്പോഴും ആ റൂമിൻ്റെ ടെമ്പറേച്ചറിനെയും അതുപോലെ നീഡിലിൻ്റെ സൈസിനെ അതുപോലെ വെയ്റ്റ് പ്ലേസ്ഡ് ഓൺ ദ നീഡിൽ ആൻഡ് ദ പോറിംഗ് ടെമ്പറേച്ചർ, ഇത്രയും കാര്യങ്ങളെ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ എല്ലാ കാര്യങ്ങളും കോഡിൽ സ്പെസിഫൈ ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കണം. ഓക്കെ, ഇനി ഇതാണ് എക്യുപ്മെൻറ്റ്, നമ്മുടെ പെൻട്രേഷൻ ടെസ്റ്റ് നടത്തുന്ന എക്യുപ്മെൻറ്റ്. നെക്സ്റ്റ് വൺ ഡക്റ്റിലിറ്റി ടെസ്റ്റ്. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റുമിനെ എത്രത്തോളം നമുക്ക് ഇലാസ്റ്റിക് ആയിട്ട് വലിച്ചു നീട്ടാൻ പറ്റുമോ, ഇലോങ്ങേറ്റ് ചെയ്യാൻ പറ്റുമോ, ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. സോ ഡക്റ്റിലിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ബിറ്റുമിൻ ദാറ്റ് പെർമിറ്റ്സ് ഇറ്റ്സ് ടു അണ്ടർഗോ ഗ്രേറ്റ് ഡിഫോർമേഷൻ ഓർ ഇലോങ്ങേഷൻ. Ductility is defined as the distance in centimeter to which a standard sample or briquette of the material will be elongated without breaking. The ductility value gets affected by factors such as pouring temperature, test temperature, rate of pulling, etc. A minimum ductility of 75 cm has been specified by Bureau of Indian Standards. BIS പറയുന്ന ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് 75 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ആ യൂസ് ചെയ്യുന്ന ബിറ്റുമിൻ്റെ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ ടെസ്റ്റ് ടെമ്പറേച്ചറിനെയും റേറ്റ് ഓഫ് പുള്ളിങ്ങിനെയും അതുപോലെ പോറിംഗ് ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എങ്കിലും നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൊസീജിയറെല്ലാം യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആ ബിറ്റുമിൻ സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് ഉറപ്പിക്കുകയുള്ളൂ. ഓക്കെ, ഇതാണ് ഡക്റ്റിലിറ്റി ചെക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്. നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബിറ്റുമിൻ, നമ്മൾ സ്പെസിമെനിൽ കൊടുത്തിരിക്കുന്ന ബിറ്റുമിൻ. അത് എത്രത്തോളം ഡക്റ്റൈൽ ആണ് എന്നുള്ളത്, ആ ഒരു ലെങ്ത് എത്രയാണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എത്രത്തോളം അത് ഇലാസ്റ്റിക് ആയിട്ട് നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റും ഈ ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ സോഫ്റ്റനിങ് പോയിൻറ്റ് ടെസ്റ്റ്. സോഫ്റ്റനിങ് പോയിൻറ്റ് denotes the temperature at which the bitumen attains a particular degree of softening under the specification of test. A test is conducted by using ring and ball apparatus. A brass ring containing test sample of bitumen is suspended in a liquid like water or glycerin at a given temperature. A steel ball is placed upon the bitumen sample and the liquid medium is heated at a rate of 5 degrees centigrade per minute. The temperature is noted when the softened bitumen touches the metal plate below which is at a specified distance. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു ബിറ്റുമിന് സോഫ്റ്റനിങ് സംഭവിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് സോഫ്റ്റനിങ് പോയിൻറ്റ് ടെസ്റ്റ്. അപ്പോൾ അതിന് കോഡ് സ്പെസിഫൈ ചെയ്യുന്നത് പോലെ തന്നെയുള്ള പ്രൊസീജിയറിൽ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിൽ റിംഗ് ആൻഡ് ബോൾ അപ്പാരറ്റസ് വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് പെർ മിനിറ്റ് എന്ന രീതിക്ക് ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തെ ടെമ്പറേച്ചറും എപ്പോഴാണോ ഈ ഒരു ബിറ്റുമിൻ ടച്ച് ചെയ്യുന്നത്, മെറ്റൽ പ്ലേറ്റിനെ ടച്ച് ചെയ്യുന്നത് എന്നുള്ള ടെമ്പറേച്ചർ നമ്മൾ നോട്ട് ചെയ്യും. ഇതാണ് സോഫ്റ്റനിങ് പോയിൻറ്റ് ടെസ്റ്റ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്. നെക്സ്റ്റ് വൺ സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ്. പേയ്മെൻറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ബിറ്റുമിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
paving jobs to classify binder, density property is of great use. In most cases, bitumen is weighed, but when used with aggregates, the bitumen is converted to volume using density values. The density of bitumen is greatly influenced by its chemical composition. Increase in aromatic type mineral impurities cause an increase in the specific gravity. സോ അരോമാറ്റിക് ഇമ്പ്യൂരിറ്റീസ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ബിറ്റുമിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ ചേഞ്ച് വരും. ഡെൻസിറ്റിയിൽ നിന്നാണ് നമ്മൾ ഇതിനെ വോളിയത്തിലേക്ക് മാറ്റുന്നത്. ബിറ്റുമിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിച്ചതിന് ശേഷമാണ് അഗ്രിഗേറ്റും ബിറ്റുമിനും കൂടി മിക്സ് ചെയ്തിട്ട് തന്നെ വോളിയത്തിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബിറ്റുമിൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് ഗിവൺ വോളിയം ഓഫ് ബിറ്റുമിൻ ഓഫ് നോൺ കണ്ടന്റ് ടു ദ മാസ് ഓഫ് ഈക്വൽ വോളിയം ഓഫ് വാട്ടർ at 27 degrees centigrade. The specific gravity can be measured using either pycnometer or preparing a cube specimen of bitumen in a semi-solid or solid state. The specific gravity of bitumen varies from 0.97 to 1.02. സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഡെഫിനിഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. കോമൺ ആയിട്ട് എല്ലാ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെയും ഡെഫിനിഷൻ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ കമ്പയർ ചെയ്ത് ഓർത്ത് വയ്ക്കുക. പിന്നെ ബിറ്റുമിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി റേഞ്ച് എത്രയാണെന്നുള്ളത് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ സബ്ജക്റ്റ് കഴിഞ്ഞൊരു കുട്ടിക്ക് ബിറ്റുമിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എപ്പോഴും അറിഞ്ഞിരിക്കണം. 0.97 to 1.02. ഓക്കെ. നെക്സ്റ്റ് വൺ, വിസ്കോസിറ്റി ടെസ്റ്റ്. Viscosity denotes the fluid property of bituminous material and it is a measure of resistance to flow. At the application temperature, these characteristics greatly influence the strength of resulting paving mixes. Low or high viscosity during compaction or mixing has been observed to result in a lower stability values. At high viscosity, it resists the compactive effort and thereby resulting mix is heterogeneous, hence low stability values. എപ്പോഴും നമ്മളൊരു ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും കോമ്പാഷനും മിക്സിങ്ങിൻ്റെയൊക്കെ ടൈമിൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോൻ്റെ ഒരു കേസ് നമ്മൾ പറയാറുണ്ട്. അതുപോലെ ബിറ്റുമിനും അഗ്രിഗേറ്റും മിക്സ് ചെയ്യുന്ന ടൈമിൽ ദാറ്റ് ബിറ്റുമിൻ ഷുഡ് ബി അഡിക്വേറ്റ് ഇൻ വിസ്കോസിറ്റി. ഓക്കെ. വിസ്കോസിറ്റി എപ്പോഴും ഒരു നോർമൽ റേഞ്ചിലായിരിക്കണം. എങ്കിലുള്ളൂ അഗ്രിഗേറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് ബൈൻഡ് ചെയ്യാൻ ബിറ്റുമിന് സാധിക്കുക. ഒരുപാട് വിസ്കസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോമ്പാക്റ്റീവ് എഫക്റ്റിനെ ബാധിക്കുകയും ഒരു ലോ സ്റ്റെബിലിറ്റി ഉള്ള മിക്സായിട്ട് അത് മാറുകയും ചെയ്യും. അതുപോലെ ബിറ്റുമിൻ വിസ്കസ് അല്ലാതിരുന്നു കഴിഞ്ഞാൽ അഗ്രിഗേറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കാതിരിക്കുകയും ആ ഒരു അഗ്രിഗേറ്റ് ബിറ്റുമിൻ മിക്സ് സ്റ്റേബിൾ അല്ലാതെ വരികയും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഓക്കെ. And at low viscosity, instead of providing a uniform film over aggregate, it will lubricate the aggregate particles. Orifice type viscometers are used to indirectly find the viscosity of liquid binders like cutbacks and emulsions. The viscosity expressed in seconds is the time taken by 50 ml bitumen material to pass through the orifice of a cup under standard test conditions and specified temperature. Viscosity of a cutback can be measured with either 4 mm orifice at 25 degrees centigrade or 10 mm orifice at 25 or 40 degree centigrade. ഓക്കെ. അപ്പോൾ വിസ്കോസിറ്റി എങ്ങനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ആ ഒരു സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷനും പ്രൊസീജിയറും ഇതിൽ പറയുന്നുണ്ട്. ഒറിഫൈസ് ടൈപ്പ് വിസ്കോമീറ്റർ ആണ് സാധാരണ വിസ്കോസിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് അപ്പാരറ്റസ്. നെക്സ്റ്റ് വൺ, ഫ്ലാഷ് ആൻഡ് ഫയർ പോയിന്റ് ടെസ്റ്റ്. അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഗ്രേഡ് ഓഫ് ബിറ്റുമിൻ, മെറ്റീരിയൽസ് ലീവ് ഔട്ട് volatiles. And these volatiles catches fire, which is very hazardous, and therefore it is essential to qualify this temperature for each bitumen grade. BIS defined the flash point as the temperature at which the vapor of bitumen momentarily catches fire in the form of ash under specified test conditions. The fire point is defined as the lowest temperature under specified test conditions at which
the bituminous material gets ignited and burns. So എപ്പോഴെങ്കിലും നമ്മൾ ബിറ്റുമിൻ്റെ വിസ്കോസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അതിനെ ഹീറ്റ് ചെയ്യുന്ന ടൈമിൽ ചില ഗ്രേഡ് ബിറ്റുമിൻ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു ടെമ്പറേച്ചർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വോളറ്റൈൽ ആവുകയും അതുപോലെ ഫയർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഈ ഒരു ടെമ്പറേച്ചർ, ഈ ഫ്ലാഷ് പോയിൻ്റ് അല്ലെങ്കിൽ അത് ഏതൊരു ടെമ്പറേച്ചറിലാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം നടക്കുന്നതെന്നുള്ളത് നേരത്തെ ടെസ്റ്റ് ചെയ്യുകയും കണ്ടെത്തുകയും ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഗ്രേഡുള്ള ബിറ്റുമിൻ വേണം നമ്മളവിടെ യൂസ് ചെയ്യാൻ. ഓക്കെ, ഇതാണ് ഫ്ലാഷ് ആൻഡ് ഫയർ പോയിൻറ്റ് ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള അപ്പാരറ്റസ്. നെക്സ്റ്റ് വൺ, ഫ്ലോ ടെസ്റ്റ്. Normally, the consistency of bituminous material can be measured either by penetration test or viscosity test. But for certain range of consistencies, these tests are not applicable for and float test is used. The apparatus consists of an aluminium float and a brass collar filled with bitumen to be tested. The specimen in the mold is cooled to a temperature of 5 degrees centigrade and screwed into float. The total test assembly is floated in the water bath at 50 degrees centigrade, and the time required for water to pass its way through the specimen plug is noted in seconds and is expressed as the float value. ചില കേസുകളിൽ മാത്രമേ വിസ്കോസിറ്റി ടെസ്റ്റും പെനിട്രേഷൻ ടെസ്റ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരുള്ളൂ. അത്തരം കേസുകളിലാണ് നമ്മൾ ഫ്ലോട്ട് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഫ്ലോട്ട് ടെസ്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ്. നെക്സ്റ്റ് വൺ, വാട്ടർ കണ്ടൻറ്റ് ടെസ്റ്റ്. ഇറ്റ് ഈസ് ഡിസൈറബിൾ ദാറ്റ് ദ ബിറ്റുമിൻ കണ്ടെയ്ൻസ് മിനിമം വാട്ടർ കണ്ടൻറ്റ് ടു പ്രിവെൻറ്റ് ഫോമിംഗ് ഓഫ് ദ ബിറ്റുമിൻ വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ് എബവ് ദ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ. ദ വാട്ടർ in a bitumen is determined by mixing non-weight of specimen in a pure petroleum distillate free from water, heating and distilling of the water. The weight of the water condensed and collected is expressed as the percentage by weight of the original sample. The allowable maximum water content should not be more than 0.2% by weight. So വാട്ടർ എന്തായാലും ബിറ്റുമിൻ മിക്സിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ബിറ്റുമിൻ മിക്സിൽ എത്രത്തോളം വാട്ടർ ഉണ്ടെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അത് ഒരിക്കലും 0.2%-നേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ് കോഡ് സ്പെസിഫൈ ചെയ്യുന്നത്. അങ്ങനെയുള്ള ബിറ്റുമിൻ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, ലോസ് ഓൺ ഹീറ്റിംഗ് ടെസ്റ്റ്. വെൻ ദ ബിറ്റുമിൻ ഈസ് ഹീറ്റഡ് ഇറ്റ് ലോസസ് ദ വോളറ്റിലിറ്റി ആൻഡ് ഗെറ്റ്സ് ഹാർഡൻഡ്. About 50 grams of the sample is weighed and heated to temperature of 163 degrees centigrade for 5 hours in a specified oven designed for this test. And the sample specimen is weighed again after the heating period, and loss in the weight is expressed as percentage by weight of the original sample. Bitumen used in pavement mixes should not indicate more than 1% loss in weight. But for bitumen having penetration values 150 to 200, up to 2% loss in weight is allowed. അപ്പോൾ 50 gram ഓഫ് സാമ്പിൾ 163 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 5 മണിക്കൂർ നേരം ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ട് മുന്നുള്ള വെയിറ്റും അതിന് ശേഷമുള്ള ഈ ഒരു 5 hours ശേഷമുള്ള വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ എന്നുള്ളതിനനുസരിച്ചാണ് ആ ഒരു ലോസ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ bitumen used in pavement mixes should not indicate more than 1% loss in weight. അതുപോലെ bitumen having penetration values 150 to 200, 2% വരെ loss in weight is allowed. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബിറ്റുമിൻ്റെ ടെസ്റ്റുകൾ. അഗ്രിഗേറ്റിൻ്റെ ടെസ്റ്റുകളെക്കാളും സോയിൽ സബ്ഗ്രേഡിൻ്റെ ടെസ്റ്റുകളേക്കാളും ഒരുപാട് കൂടുതലാണ് ബിറ്റുമിൻ്റെ ടെസ്റ്റ്. സോ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ടെസ്റ്റ് ഓഫ് ബിറ്റുമിനും ഏതൊക്കെ കോഡാണ് ബിറ്റുമിൻ്റെ ടെസ്റ്റ് സ്പെസിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇന്ന് ബിറ്റുമിനെ കുറിച്ച് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു.